സാമ്പത്തിക സ്ഥിരത എന്നത് പലരും നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യമാണ്. പലപ്പോഴും സാമ്പത്തിക അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ലോകത്ത് വ്യക്തികൾ തങ്ങളുടെ സാമ്പത്തികം എങ്ങനെ വിവേകത്തോടെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് മാർഗനിർദ്ദേശം തേടുന്നു. ആധുനിക സാമ്പത്തിക ഉപദേശങ്ങൾ സമൃദ്ധമാണെങ്കിലും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിന് ബൈബിൾ കാലാതീതമായ ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. വ്യക്തികളെ അഭിവൃദ്ധിയിലേക്കും സ്ഥിരതയിലേക്കും നയിക്കുവാൻ കഴിയുന്ന പ്രധാന ബൈബിൾ തത്വങ്ങൾ നമ്മളിവിടെ പരിശോധിക്കുന്നു. കാര്യസ്ഥൻ എല്ലാം ദൈവത്തിൻ്റേതാണെന്നും നാം അവൻ്റെ താലന്തുകളുടെ കാര്യസ്ഥർ മാത്രമാണെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. താലന്തുകളുടെ ഉടമയിൽ മത്തായി 25-14 മുതൽ 30 വരെ വിശ്വസ്തനായ കാര്യസ്ഥൻ്റെ പ്രാധാന്യം യേശു വ്യക്തമാക്കുന്നു. താലന്തുകൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിലൂടെയും അവ ഉത്സാഹത്തോടെ നിക്ഷേപിക്കുന്നതിലൂടെയും ദൈവത്തെ ബഹുമാനിക്കുന്നതിനായി ഉപയോഗിക്കുന്നതിലൂടെയും വ്യക്തികൾക്ക് സാമ്പത്തിക സ്ഥിരത വളർത്തിയെടുക്കുവാൻ കഴിയും. ബഡ്ജറ്റിങ്ങും ആസൂത്രണവും. സുഭാഷിതങ്ങൾ 21:5 പ്രസ്താവിക്കുന്നു, ശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു. തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷത്തിലെത്തുകയേ ഉള്ളൂ. ഒരു ബഡ്ജറ്റും ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ആവിഷ്കരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് വരവിനെ ബുദ്ധിപരമായി ഉപയോഗിക്കുവാനും ചിലവുകൾ കുറയ്ക്കാനും ഭാവിയിലേക്ക് നീക്കിവെക്കാനും കഴിയും. സാമ്പത്തിക ആസൂത്രണത്തിൽ ഉത്സാഹം കാണിക്കുന്നതിലൂടെ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് നയിച്ചേക്കാവുന്ന പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കാനാകും. കടമൊഴിവാക്കൽ. സുഭാഷിതങ്ങൾ 22:7 മുന്നറിയിപ്പ് നൽകുന്നു. ധനികൻ ദരിദ്രൻ്റെ മേൽ ഭരണം നടത്തുന്നു. കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ്. കടത്തിന് വ്യക്തികളെ അടിമകളാക്കാനും അവരെ സാമ്പത്തിക അടിമത്തത്തിൻ്റെ ചക്രത്തിൽ കുടുക്കുവാനും കഴിയും. അമിതമായി കടം വാങ്ങുന്നതിനെതിരെ ഉപദേശിച്ചുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വിവേകം കാണിക്കുവാൻ ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരാളുടെ പരിധിക്കുള്ളിൽ ജീവിക്കുകയും അനാവശ്യ കടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നതിലൂടെ വ്യക്തികൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യവും സ്ഥിരതയും കൈവരിക്കുവാൻ കഴിയും. കഠിനാധ്വാനവും ഉത്സാഹവും. സുഭാഷിതങ്ങൾ 10:4 പ്രഖ്യാപിക്കുന്നു, അലസമായ കരം ദാരിദ്ര്യം വരുത്തിവെക്കുന്നു. സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. ഉത്സാഹവും കഠിനാധ്വാനവും സാമ്പത്തിക വിജയത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളാണ്. ജോലിയിലും ബിസിനസ് ഉദ്യമങ്ങളിലും ശ്രദ്ധയോടെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുവാനും കഴിയും. ഔദാര്യവും ദാനവും. ലൂക്ക 6:38 പ്രസ്താവിക്കുന്നു, കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ധനകാര്യത്തെക്കുറിച്ചുള്ള ബൈബിൾ പഠിപ്പിക്കലുകൾ ഉദാരതയുടെ തത്വം അടിസ്ഥാനപരമാണ്. മറ്റുള്ളവർക്ക് ഉദാരമായി നൽകുന്നതിലൂടെ വ്യക്തികൾ ദൈവത്തെ ബഹുമാനിക്കുകയും പ്രതിഫലമായി സമൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ജ്ഞാനവും ഉപദേശവും തേടുക. സുഭാഷിതങ്ങൾ 15:22 ഉപദേശിക്കുന്നു, സതുപദേശമില്ലെങ്കിൽ പദ്ധതികൾ പാളിപ്പോകും, വേണ്ടത്ര ഉപദേഷ്ടാക്കൾ ഉള്ളപ്പോൾ അവ വിജയിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ ജ്ഞാനപൂർവമായ ഉപദേശവും മാർഗനിർദ്ദേശവും തേടുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിർണായകമാണ്. വിശ്വസ്തരായ ഉപദേഷ്ടാക്കളിൽ നിന്നോ സാമ്പത്തിക ഉപദേഷ്ടാക്കളിൽ നിന്നോ ഉപദേശം തേടുന്നതിലൂടെയോ തിരുവെഴുത്തുകളിൽ കാണുന്ന ജ്ഞാനം പഠിക്കുന്നതിലൂടെയോ വ്യക്തികൾക്ക് സാമ്പത്തിക വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിനും സ്ഥിരത കൈവരിക്കുന്നതിനുമുള്ള മൂല്യവത്തായ ഉൾക്കാഴ്ചകൾ നേടാനാകും. ദൈവത്തിൻ്റെ കരുതലിലുള്ള ആശ്രയം. മത്തായി 6:31 മുതൽ 33 വരെ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു, അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും.
ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കുന്നതും എല്ലാറ്റിനും ഉപരിയായി അവൻ്റെ മാർഗനിർദ്ദേശം തേടുന്നതും സാമ്പത്തിക അനിശ്ചിതത്വത്തിൻ്റെ സമയങ്ങളിൽ ഉറപ്പും സമാധാനവും നൽകുന്നു. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള അഗാധമായ ജ്ഞാനവും തത്വങ്ങളും ബൈബിൾ പ്രദാനം ചെയ്യുന്നു. ബുദ്ധിപൂർവ്വം ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിലൂടെയും കടബാധ്യത ഒഴിവാക്കുന്നതിലൂടെയും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതിലൂടെയും ഔദാര്യം പരിശീലിക്കുന്നതിലൂടെയും ഉപദേശം തേടുന്നതിലൂടെയും ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കുന്നതിലൂടെയും വ്യക്തികൾക്ക് ജ്ഞാനത്തോടെ സാമ്പത്തികമായി സഞ്ചരിക്കാനും സാമ്പത്തിക സ്ഥിരതയുടെയും സമൃദ്ധിയുടെയും അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനും കഴിയും.